ഹായ്, വാ ഇങ്ങട് വാ ഇങ്ങട് വാ. ഇപ്പുറത്തേക്ക് വരുമോ? ഹായ് പറ. ഹായ് ഗൈസ്, പായസം കയ്യിൽ കയ്യില് ഈ ആ കയ്യിലും ഈ കയ്യിലും ഞങ്ങള് ഇന്ന് ഷിഫ്റ്റ് കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഉണ്ടായില്ല, അപ്പൊ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. പായസം കഴിക്കാൻ ഇടിമിരുന്നു ബാക്കില്. അപ്പൊ ഞങ്ങൾ ഫ്രണ്ടിലും 5:30 ആകുമ്പോ റെഡി ആയിട്ട് വരാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ റെഡി എല്ലാം കഴിഞ്ഞപ്പോ 6:15 ഇറങ്ങി. നടന്നു തുടങ്ങിയപ്പോ മഴയും പെയ്തു. ദേ ഞങ്ങളിപ്പോ ഇവിടെ അമ്പലത്തിൽ തൊഴുതിട്ട് കുറേ നേരം മൊത്തം തൊഴുതിട്ടില്ല, കാരണം അമ്മാതിരി മഴയായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പായസം കിട്ടി. നാളെ കിട്ടി. നാളെ ഇത് ഇടിമിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് ഒരു വട്ടം പായസം തന്നത്. അതിനുശേഷം ഞാൻ ബസ്സുവിന് സെപ്പറേറ്റ് കൊടുത്തു. എന്താ ഫാനാ ഫാൻ അല്ലാട്ടോ, ഫാൻ ആ നമ്പൂതിരി ചേട്ടൻ ബോയ്. നല്ല ചേട്ടനാ. എല്ലാ പ്രാവശ്യം വരുമ്പോഴും എനിക്കൊന്നുമില്ല. അല്ല, ഇല്ല. ഈ ചേട്ടൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും വീട് എവിടെയാ വർക്ക് ചെയ്യണെന്നൊക്കെ ചോദിക്കും. എല്ലാ പ്രാവശ്യം എനിക്ക് സെയിം ഡയലോഗ്. നമ്മള് മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ മറ്റേ പൈങ്കിൾ ക്ഷേത്രത്തില് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും. സത്യത്തിൽ എന്താന്ന് വെച്ചാൽ ഇവർക്ക് പായസം ഇഷ്ടമല്ലെങ്കിലും എനിക്കിഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കുഴപ്പമില്ല. അധികം മധുരം, എനിക്ക് പായസത്തിനോട് വലിയ താല്പര്യം, മധുരം കഴിക്കല് വളരെ കുറവാണ്. എനിക്കിഷ്ടം. ഇവള് പായസം കഴിക്കാൻ വരണതാ. ഈ മിക്ക ദിവസം ഇവിടെ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇവിടെ വിചാരിച്ചു അന്ന് ഞങ്ങള് മറ്റേ ഉത്സവത്തിന് വന്ന ഉത്സവം ആയതുകൊണ്ടായിരിക്കും പായസം കിട്ടിയെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാ ദിവസവും കൊടുക്കേണ്ടത് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി മിക്ക ദിവസം ആ പാർക്കാവില്ല ഇവിടെ ആയിരിക്കും. പൊതുവെ ഇതിന്റെ ഇനി ഓപ്പോസിറ്റ് ഒരു ഞാൻ പാർക്ക് ഇവിടെ ഉണ്ട്. വരത്തുള്ളൂ. ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു പാർക്ക് ഉണ്ട്. അപ്പൊ പൊതുവെ ഞങ്ങള് അവിടെ പോയി ഇരിക്കാനാണ് പതിവ്, കാരണം വേറെ പരിപാടിയൊന്നും ഇല്ല റൂമിൽ. പിന്നെ ഭയങ്കര ചൂടുമാണ്, അപ്പൊ പുറത്ത് നല്ല കാറ്റും കേൾക്കാം, അല്ല കിട്ടും ചെയ്യും. പിന്നെ അതിന്റെ അപ്പുറത്തായിട്ട് നമ്മൾ 49 ഒരു ഷോപ്പ് ആണ്. പക്ഷെ അവിടെ എല്ലാ സാധനങ്ങളും 49, ഏതൊരു കുറച്ച് സാധനങ്ങൾ മാത്രം 69 ഉള്ളൂ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പൊ ഞങ്ങള് നമ്മുടെ ലാഭം, കാരണം നമ്മുടെ ആൾ പിച്ചകളായതുകൊണ്ട് നമ്മള് ലാഭം നോക്കി അവിടെ പോയി കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ടേസ്റ്റോണ്, എല്ലാം സെറ്റാണ്. അപ്പൊ നമ്മൾ ഇപ്പോ ഉള്ളത് കാക്കനാടുള്ള അമ്പലത്തിലാണ്. പുറക്കാട്ട് ദേവി ടെമ്പിൾ. കഴിഞ്ഞാഴ്ച പുറക്കാട്ട് അങ്ങനെ പുറക്കാട് ദേവിയുടെ ക്ഷേത്രമാണ്. ഇത് പലർക്കും ഈ കാക്കനാട് ഈ അമ്പലമുള്ള കാര്യം അറിയത്തില്ല. എന്റെ കയ്യില് ഏതാണ് വായില് നമ്മളിവിടെ ഇരിക്കായിരുന്നു. ഇവിടെ നല്ല ഇടിമിന്നലുണ്ട്. ഞാൻ ദർശനം ഇത് ബാക്ക് മാക്ക് എനിക്ക് അറിയത്തില്ല ആക്ച്വലി. എവിടെ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. മഴ കുറഞ്ഞ്, പക്ഷെ നല്ല ഇടിമിന്നലുണ്ട്. ഒരു കയ്യിലൊക്കെ പായസാണ് മാൻ. കൊള്ളമ നിക്കോച്ചോ വയറിറങ്ങി. അവിടെ കൊടുക്കാം, സ്വപ്നം കൊടുക്കാം. ശരിയാ, അവർക്കും പ്രസാദം കൊടുക്കാം. കൈ കഴുകണല്ലോ. പക്ഷെ ഒരു വാഴല നീക്കളാം. ഞാൻ പോണ വഴിക്കളെ കൈ കഴുകാൻ ഇവിടെ ഇതൊരു പായസം കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നിലത്ത് വേണേ തുടങ്ങാം. വെള്ളം നേരത്തെ എടുക്കാന്നല്ലേ. കൊട അവിടെ കൊടയുണ്ട്. അപ്പൊ ഇത് ഞാൻ പിടിക്കാം. ആ കൊട എടുത്തിട്ട് വരാം സൈഡിൽ. ആ കൊടയിൽ തുടച്ചാ മതി. കൈ കഴുകുന്ന സ്ഥലമില്ലാന്ന് തോന്നണോ? അവിടെ വെള്ളം ഉണ്ടാവും. അപ്പൊ ഞങ്ങള് പോവാൻ നിൽക്കുകയാണ്. മഴ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. വരുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. നല്ല ഇടിമിന്നലുണ്ട് ഇവിടെ. വെള്ളം ഉണ്ടോ? അയ്യോ, ഇത് ആംബുലൻസിന്റെ ശബ്ദത്തെ ഇതിലാണ്. ഇത് പിടിക്കേ. അയ്യോ, അത് ഇവിടെ ഇങ്ങനെ കളയാൻ വേസ്റ്റ് അമ്പലത്തില്. പ്രസാദമല്ലല്ലോ, അല്ല ഇതല്ലല്ലോ. പോണ വഴികളെ കൊട എവിടെയാ? ഇത് കൊട. ആ കൊട നിർത്തിട്ട് വരും. പിടിക്കോ? അങ്ങനെ ഞങ്ങൾ തിരിക്കുവാണ്. ഓക്കെ, ബൈ ഗൈസ്. പിന്നെ കാണാം. നല്ല ഇടിമിന്നലുണ്ട്, നോക്ക്. ഹായ്, തരടാ. മിന്നണില്ലേ? കൊള്ളാലേ. ഷോക്കടിച്ച് ആവാതിരുന്നാ മതിയായിരുന്നു. ബൈ പറഞ്ഞോ. വാ. നല്ല ഇടിമിന്നലുണ്ട്. ബൈ പറയൂ. നല്ല തണുപ്പുണ്ട് ഗൈസ്. നല്ല ഇടിമിന്നലുണ്ട്. സ്ഥലം കല്യാക്കട്ടെ.